ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. പാതിരാത്രി ഇരുന്ന് അനീഷിന്റെ കുറ്റങ്ങളും കുറവുകളും കുറെ നേരം നിന്നും ഇരുന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അക്ബർ, ബിന്നി, നെവിൻ എന്നിവർ. നെവിൻ ഇതിൻ്റെ അകത്ത് മിണ്ടായിരിക്കുകയായിരുന്നു. അക്ബറും ബിന്നിയും പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. ബിന്നി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, പാവമാണ്, സത്യസന്ധനാണ്, നമ്മളെല്ലാവരും അയാളെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ വരുത്തി തീർക്കാനായിട്ട് നോക്കുവാണ്, പുറത്തേക്ക് അങ്ങനെ ഒരു കാര്യം കൊടുക്കാനായിട്ട് നോക്കുവാണ്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, പടച്ചോൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, പടച്ചോൻ എല്ലാം കാണുന്നുണ്ട്, ഇങ്ങനെ ഈ രീതിയിൽ വളച്ചൊടിച്ച് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അത് ഏതൊരു കാലത്താണെങ്കിലും പുറത്തേക്ക് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അക്ബർ പറയുന്നുണ്ട്. ഫിലോസഫിക്കൽ ആയിട്ടുള്ള രീതിയിലൊക്കെ അക്ബർ പറയുന്നുണ്ട്. അപ്പൊ ബിന്നി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് റീസൺ പറയുന്നുണ്ട്. ബിന്നി ഇങ്ങനെ പറയാനായിട്ടുള്ള റീസൺ അത് ആ ഒരു മാവെറിഞ്ഞ ആ ഒരു കേസ്, ജയിലിൽ വെച്ച് നടന്ന ആ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടല്ലോ, ഷാനവാസും ബിന്നിയും തമ്മിലുള്ള ആ ഒരു വഴക്ക്. അപ്പൊ ആ ഒരു വഴക്കില് ദൃക്സാക്ഷിയായിട്ടുള്ള അനീഷ് മാത്രമാണ്. അപ്പൊ അനീഷ് സത്യസന്ധൻ ആയതുകൊണ്ട് ബിന്നിയുടെ കൂട്ടുപിടിക്കുക അല്ലെങ്കിൽ ബിന്നിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്ന് ബിന്നി പ്രതീക്ഷിച്ചു. അങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ ബിന്നിനെയും ഷാനവാസിനെയും രണ്ടുപേരെയും അനീഷ് നോമിനേറ്റ് ചെയ്തത് ബിന്നിക്ക് അത്ര പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അനീഷിനെ ശത്രുഭാഗത്തേക്ക് ബിന്നി നീക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ കുറ്റം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് അക്ബർ പറയുന്നുണ്ട് ഒനീൽ അല്ലായിരുന്നു ഡേർട്ടി ഗെയിമർ, അനീഷാണ് ഡേർട്ടി ഗെയിമർ, അനീഷ് വളരെ ഡേർട്ടി ആയിട്ടാണ് കളിക്കുന്നത്, ഒരു രീതിയിലും യോജിക്കാൻ പറ്റാത്ത ലെവല് വൃത്തികെട്ട ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അക്ബറും ബിന്നിയും നിന്നിങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് അനീഷിന്റെ ഗെയിമിനെ പറ്റി. ഉദാഹരണ സഹിതം അക്ബർ പറയുന്നുണ്ട്, ഞാനും മരുന്നെടുത്ത് കൊടുക്കാറുണ്ട്, എല്ലാവർക്കും ഞാനും മരുന്നെടുത്ത് കൊടുക്കാറുണ്ട്, പക്ഷെ ക്യാമറയെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്യാമറയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും മരുന്നെടുത്ത് കൊടുക്കാറില്ല എന്ന് അക്ബർ പറയുന്നു. പിന്നെ ഞാനാണ് എല്ലാവർക്കും മരുന്നെടുത്ത് തരുന്നത് എന്ന് അനീഷിനെ പോലെ പറയാറില്ല എന്ന് അക്ബർ പറയുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് ഒളിയും മറയൊന്നുമില്ല. മരുന്നെടുത്ത് കൊടുത്താൽ അത് ലൈവിൽ ഒന്നെങ്കിൽ കാണിക്കും, അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണിക്കും. ഇതൊന്നും അല്ലെങ്കിൽ ക്ലിപ്പായിട്ട് എവിടെയെങ്കിലും എഡിറ്റ് ചെയ്ത് വരുന്ന കൂട്ടത്തിൽ വരും. ഇപ്പം അക്ബർ പറഞ്ഞുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രം അത് പ്രേക്ഷകർ അറിഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ഈ കാലത്ത്. അത് ആദ്യം അക്ബർ മനസ്സിലാക്കണം. പിന്നെ ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അക്ബർ മറ്റേ വളച്ചൊടിക്കൽ കിങ് ആണെന്ന് സാബുമാൻ പറഞ്ഞതൊക്കെ ആ ഒരു കാര്യവും ഒക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്. അത് ക്ലിയർ ചെയ്തു എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അക്ബർ പിന്നീട് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറെ നേരം ഇവർ അനീഷിന്റെ ഈ രീതിയിലുള്ള കുറ്റങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അനീഷിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതേപോലെ ഇരുന്ന് ആരുടെയും കൂടെ ഇരുന്ന് പാതിരാത്രി ഇരുന്ന് കുറ്റം പറയുന്നതായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും ദിവസം 65 ദിവസത്തോളം ലൈവ് കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ആരുടെയും കൂടെ ഇരുന്ന് ഇതേപോലെ അന്തിച്ചർച്ച നടത്തുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ രീതിയിൽ കുറ്റങ്ങൾ പറയാനായിട്ട് ഒരാളെ പറ്റി സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. അക്ബറൊക്കെ അതിന്റെ ആളാണ്, അതിന്റെ ഉസ്താദാണെന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ബിന്നി അതെ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.